പ്രിയപ്പെട്ടവർ, 4 മുതൽ 8 വരെ നൂറ്റാണ്ടുകളിലെ കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവിതാംകൂറിൽ ചരിത്രത്തെ നമ്പൂതിരിമാരുടെ പുളപ്പുകാലം എന്നാണ് ഇളംകുളം കുഞ്ഞൻപിള്ള പറയുന്നത്. കാരണം കേരളത്തിലെ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ വേശ്യാലയങ്ങളാക്കി മാറ്റിയ ഒരു ചരിത്രമാണ് ഈ 4 നൂറ്റാണ്ടുകൾക്കുള്ളത്. തേവിടിച്ചിക്കാലം എന്നാണ് അദ്ദേഹം അതിനിട്ടിരിക്കുന്ന പേര്. നമ്മളാരും പറഞ്ഞാൽ ഇളംകുളം കുഞ്ഞൻപിള്ള പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കും വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. ക്ഷേത്ര കേന്ദ്രീകൃതമായിരുന്നു കേരളത്തിലെ ഭൂമിയുടെ അധികാരം. അഥവാ ഭൂമി എന്ന് പറയുന്നതും വിഭവങ്ങളെന്ന് പറയുന്നതും ക്ഷേത്ര കേന്ദ്രീകൃതമാണ്. നിങ്ങളിപ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയാം, മിക്കവാറും ക്ഷേത്രങ്ങളെല്ലാം ഒന്നുകിൽ വയലിൻ്റെ നടുവിൽ അല്ല വയലിന് അരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം പിന്നെ വയലൊക്കെ നിന്നു പോയതുകൊണ്ട് അങ്ങനെ അല്ലെന്ന് തോന്നാം. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അവകാശമായി, ക്ഷേത്രത്തിൻ്റെ വകയായി ഈ ഭൂമി 8-ാം നൂറ്റാണ്ടോടുകൂടി ഈ ഭൂമി അവരുടെ വകയാക്കിയത് ശങ്കരാചാര്യരുടെ ആഗമനത്തിന് ശേഷമാണ്. ദേവസ്വമെന്നും ബ്രഹ്മസ്വമെന്നും പേര് കൊടുത്ത് ഈ ഭൂമിയുടെ അധികാരം മുഴുവൻ തന്നെ നമ്പൂതിരിമാരുടെ കയ്യിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതിനുശേഷവും ഈ ക്ഷേത്രങ്ങളുടെ പ്രദേശങ്ങൾ, നാലമ്പലത്തിനുള്ളിൽ തേവിടിശുമാരെയും അല്ലെങ്കിൽ കൂത്തച്ചി, നന്നച്ചി എന്നൊക്കെയാണ് പേരുണ്ട്. ഈ കൂത്തച്ചിമാരുടെയും നന്നച്ചിമാരുടെയും കൂടെ അഭിരമിച്ച് കാമകേളികളാടിയ ഒരു കാലമാണ് ഈ തേവിടിച്ചി കാലം എന്ന് പറയുന്നില്ല, നമ്പൂതിരിമാരുടെ പുളപ്പ് കാലം എന്ന് പറയുന്നത്. ആ കാലത്ത് തന്നെയാണ് ഈ മണിപ്രവാള, മലയാളത്തിലെ മണിപ്രവാള കൃതികളൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളത്. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം എന്ന് തുടങ്ങിയിട്ടുള്ള വേശ്യാകൃതികൾ എല്ലാം മലയാളത്തിൽ എഴുതപ്പെട്ടതും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഞാൻ പറയാൻ കാരണം, ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാകാൻ കാരണം ഈ ക്ഷേത്രങ്ങളെല്ലാം നശിച്ച് മണ്ണടിയുകയും കേരളത്തിലെ വലിയ കൊട്ടാരങ്ങളും കോവിലങ്ങളും എല്ലാം അതുമായി ബന്ധപ്പെട്ട് ഇല്ലാതെ ആക്കപ്പെടുകയും ചെയ്ത കാലഘട്ടത്തിൽ 1811 സെപ്റ്റംബറിൽ കേണൽ മൺട്രോ, അന്ന് തിരുവിതാംകൂർ റെസിഡൻ്റായിരുന്ന മൺട്രോ ഇറക്കിയ ഒരു ഉത്തരവുണ്ട്. മൺട്രോ സുന്നത്ത് എന്നാണ് പറയുന്നത്. ആ മൺട്രോ സുന്നത്ത് പ്രകാരം തിരുവിതാംകൂറിലെ 348 മേജർ ക്ഷേത്രങ്ങളും 1123 മൈനർ ക്ഷേത്രങ്ങളും ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ, അതായത് റവന്യൂ വകുപ്പിൻ കീഴിലേക്ക് കൊണ്ടുവരികയും ഓരോ അമ്പലത്തിൻ്റെ കാര്യം നോക്കാൻ ഓരോ ശ്രീകാര്യക്കാരെയും ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ഒട്ടേറെ നിയമങ്ങൾ, നിങ്ങൾക്കറിയാം, റവന്യൂ വകുപ്പിലെ കരം പിരിവുകാരെയാണെന്ന് കളക്ടർമാരെന്ന് പേരിട്ടത്. പിന്നീടാണ് ഈ അധികാരമൊക്കെ കളക്ടർ വലിയ സ്ഥാപനമൊക്കെ മാറിയത്. 1856 തിരുവിതാംകൂറിനെ 2 റവന്യൂ ഡിവിഷനായിട്ട് മാറ്റി, ചേർത്തലയും പത്മനാഭപുരവും. പിന്നീട് അത് 4 ഡിവിഷനായിട്ട് മാറി. 1861 സർക്കാർ ഏറ്റെടുത്ത ഈ അമ്പലങ്ങളിൽ ശാന്തിക്ക് 100 രൂപ ശമ്പളം നിശ്ചയിച്ചത്. 1874 ആ ക്ഷേത്രങ്ങളിൽ ചെലവിന് പകരം സാധനങ്ങൾ, അതായത് സാധനങ്ങൾ സർക്കാർ തന്നെ സപ്ലൈ ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടാക്കി. 1904 ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റ് റെഗുലേഷൻ ആക്ട് എന്ന നിയമം വരികയും അതിൻ്റെ നിയമപ്രകാരം ക്ഷേത്രഭരണത്തിനൊരു കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു. MK രാമചന്ദ്ര റാവു റിപ്പോർട്ട് പ്രകാരം പേഷ്കാരിൽ നിന്ന് ക്ഷേത്രഭരണം നേരിട്ടെടുക്കുക സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുകയും ആ സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇന്നത്തെ നാം കാണുന്ന ദേവസ്വം ബോർഡിൻ്റെ പ്രാചീന രൂപം. ഒരു കമ്മീഷണറും 3 അസിസ്റ്റൻ്റ് കമ്മീഷണറും 14 സൂപ്രണ്ടുമാരും അടങ്ങുന്നതായിരുന്നു ആ പറയുന്ന ദേവസ്വം കമ്മീഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ തഹസീൽദാരുണ്ടായിരുന്നു. തഹസീൽദാരെ സഹായിക്കാൻ സ്പെഷ്യൽ തഹസീൽദാരെ നിയമിച്ചിരുന്നു, അല്ലെങ്കിൽ ഡെപ്യൂട്ടി തഹസീൽദാരെ നിയമിച്ചു. അദ്ദേഹത്തെ എക്സ് ഒഫീഷ്യോ മെമ്പറായിട്ടാണ് ഇതിൽപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ രൂപത്തിലേക്ക് 1920 ദേവസ്വം സെപ്പറേറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി ഉണ്ടാവുകയും അനന്തനാരായണ അയ്യർ, ആർ കൃഷ്ണപിള്ള, ജോൺ കുര്യൻ എന്ന് 3 പേര് മെമ്പർമാരും PK നാരായണപിള്ള, ജോൺ നിധീരി എന്നിവർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളുമായിട്ടാണ് ആദ്യത്തെ ദേവസ്വം സെപ്പറേറ്റ് കമ്മിറ്റി ഉണ്ടാകുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്ഷേത്രങ്ങളെ കൈകാര്യം ചെയ്യാൻ 2 ക്രിസ്ത്യാനികൾ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നുള്ളത്. എന്ന് പറഞ്ഞാൽ തികച്ചും കേരളത്തിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, തിരുവിതാംകൂറിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഈ നശിച്ചുപോയ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുക എന്ന കാഴ്ചപ്പാടിലാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ഉണ്ടാകുന്നത്. 1922 ദേവസ്വം പ്രൊക്ലമേഷൻ, ദേവസ്വം പ്രഖ്യാപനത്തോടു കൂടിയാണ് ഈ പറയുന്ന സ്ഥാപനങ്ങൾ കുറേ കൂടി സ്ഥാപനവൽക്കരിക്കപ്പെടുകയും ഈ കേരളത്തിൻ്റെ 40%, തിരുവിതാംകൂറിൻ്റെ 40% റവന്യൂ ദേവസ്വം ഫണ്ടായിട്ട് വകയിരുത്തുകയും ചെയ്തത്. പിന്നീട് ഗവൺമെൻറ് തന്നെ 16 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തതോടുകൂടി മറ്റൊരു നിയമം കൂടി ഉണ്ടായി. ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ നടക്കുന്ന ക്ഷേത്രങ്ങൾ എന്ന നിലയിൽ ഇതിൻ്റെ സ്ഥാപന ജംഗമ സ്വത്തുക്കളുടെ ഉടമസ്ഥത ഗവൺമെൻറ്റിനായിരിക്കുമെന്ന്
922 ദേവസ്വം പ്രൊക്ലമേഷൻ ഉണ്ടായി. ഇന്നിപ്പം നമ്മുടെ സംഘികളുമൊക്കെ ആഘോഷിക്കുന്ന കേട്ടാൽ ഇവരുടെ എല്ലാം കുടുംബത്തിൽ നിന്നാണ് ഈ ക്ഷേത്രം നടപ്പിലാക്കുന്നത്, ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൻ്റെ ഭരണ ഹിന്ദുക്കൾ വേണമെന്നൊക്കെ പറയുമ്പം ഈ ക്ഷേത്രങ്ങളൊക്കെ ഗവൺമെൻറ് സ്ഥാപനങ്ങളായിരുന്നു എന്നുള്ളതും, അതും ബ്രിട്ടീഷ് സർക്കാരാണ് ഈ പറയുന്ന ക്ഷേത്രങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് എന്നും ഉള്ള വളരെ രസകരമായൊരു വസ്തുതയുണ്ടെന്ന് പറയും. 1949 തിരുക്കൊച്ചി ഉണ്ടായത് തിരുക്കൊച്ചിക്ക് 3 അംഗ ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നു. 1950 നമ്മൾ ഇന്ന് കാണുന്ന 1950 ഹിന്ദു റിലീജിയസ് എൻഡോമെൻ്റ് ആക്ട് വന്നതോടുകൂടി ആണ് ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നത്. അതിലേക്ക് തിരഞ്ഞെടുപ്പ് വരുന്നത്. ദേവസ്വം ബോർഡിലെ മെമ്പർമാരെ തിരഞ്ഞെടുക്കാൻ കേരളത്തിലെ ഹിന്ദു MLA വേണം അവരെ തിരഞ്ഞെടുക്കാനെന്ന നിയമം ഉണ്ടാകുന്നത്. ഇന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ഇന്നിപ്പോൾ കേരളത്തിൽ 5 ദേവസ്വം ബോർഡുകളുണ്ട്. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് 1249 ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ കേവലം 61 മാത്രമാണ്. 1188 ക്ഷേത്രങ്ങൾക്ക് യാതൊരു വരുമാനവും ഇല്ലാത്തതാണ്. അപ്പോൾ ഈ വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങളിലെ പോലും കാര്യങ്ങൾ നടത്തുന്നത് വരുമാനമുള്ള ക്ഷേത്രങ്ങളുടെ പണം എടുത്തുകൊണ്ടാണ് എന്നും, പോരാത്ത ഫണ്ട് ഓരോ വർഷവും സർക്കാർ നിയമിച്ച സർക്കാർ നൽകുന്ന ഫണ്ട് കൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ നടത്തപ്പെടുന്നത് എന്നുള്ളത് ചരിത്രപരമായ വസ്തുതയാണ്. 1 രൂപ പോലും ദേവസ്വം ബോർഡിന്, ഏതെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ 1 രൂപ പോലും കേരള ഗവൺമെൻറ് എടുക്കുകയോ അതിനു വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നില്ല. പക്ഷേ ഇവിടുത്തെ സംഘപരിവാരത്തിൻ്റെ പ്രചാരണം കേട്ടുകഴിഞ്ഞാൽ ശബരിമലയിലെയും ഗുരുവായൂരിലെയും കാശ് കൊണ്ടാണ് കേരളത്തിലെ കാര്യങ്ങൾ നടത്തുന്നത് എന്ന രീതിയിൽ അവർ പ്രചരിപ്പിക്കുന്നത് യാതൊരു തരം വസ്തുവിൻ്റെ അടിസ്ഥാനത്തിലല്ലെന്ന് മാത്രമല്ല, കേരളത്തിലെ ഈ പറയുമ്പോൾ ശബരിമല ഉദാഹരണം പറഞ്ഞാൽ, ശബരിമല സീസൺ ആകുമ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് ഭാരിച്ച ചിലവാണ്. കാരണം വഴി നന്നാക്കൽ, വണ്ടി ഓടിക്കലും, അതുമായിട്ട് റവന്യൂ സ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ വഴികളിലൂടെ കോടിക്കണക്കിന് രൂപ ഗവൺമെൻറ് ചിലവഴിക്കുന്നു. വണ്ടിക്കൂലി എടുത്ത് കുറച്ച് പൈസ സർക്കാരിന് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അല്ലെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ പോലെ ഇസ്ലാമിക സ്ഥാപനങ്ങൾ വഖഫ് ബോർഡിൻ്റെ കീഴിലാണ്. വഖഫ് ബോർഡ് നിയമം അനുസരിച്ചാണ് ഇസ്ലാമിക പള്ളികൾ സ്ഥാപനങ്ങൾ നടത്തപ്പെടുന്നതെങ്കിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് വളരെ കൃത്യമായും ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനം എന്ന നിലയിൽ, ഗവൺമെൻറ് ഫണ്ട് കൊടുക്കുന്ന സ്ഥാപനം എന്ന നിലയിൽ, ഗവൺമെൻറ്റിൻ്റെ റവന്യൂ കൊടുക്കുന്ന സ്ഥാപനം എന്ന നിലയിലാണ് ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നും, ആയിരക്കണക്കിന് ദേവസ്വം ബോർഡിലെ പണമില്ലാത്ത ദാരിദ്ര്യമുള്ള ക്ഷേത്രങ്ങളിൽ ആ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ നടക്കുന്നതും പൂജയും തേവാരവും ഒക്കെ നടക്കുന്നതും അവിടെ ശാന്തിക്കും മറ്റ് ശമ്പളം കൊടുക്കുന്നതും മറ്റ് ക്ഷേത്രങ്ങളിലെ ഫണ്ട് കൂടി ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളതാണ് വസ്തുത. ഈ വസ്തുത നിൽക്കുമ്പോൾ തന്നെ ഈ ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് പണ്ടൊക്കെ നമ്മൾ പറയും, ആളുകൾ നമ്മുടെ ഈ പൊതുചരിത്രകാരന്മാരും പൊതുപ്രസംഗന്മാരും ഒക്കെ ആയിരക്കണക്കിന് 10,000-കണക്കിനൊക്കെ വർഷങ്ങൾ പറയാറുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങൾ എത്ര വർഷം, ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ചുമ്മാതെയാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് പരമാവധി ആയുസ് 1000 വർഷമുള്ളൂ. 800-നും 1000-നും ഇടയിൽ സംഘകാലത്താണ് ചേര മൂഷിക രാജാക്കന്മാരാണ് കേരളത്തിലെ ആദ്യ ക്ഷേത്രങ്ങൾ പണിയുന്നത്. 1000-നും 1300-നും ഇടയിലാണ് ചാലൂക്യ പല്ലവ രാജാക്കന്മാർ സാന്ധാര വിമാന ആകൃതിയിൽ ക്ഷേത്രങ്ങളുണ്ടായി. എന്ന് പറഞ്ഞാൽ സാന്ധാര വിമാനം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു നടക്ക് ശ്രീകോവിലും ചുറ്റമ്പലവും ഒക്കെ ആയിട്ടുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നു. മറ്റേ മലയമ്പലങ്ങളും അങ്ങനെയല്ല. അങ്ങനെ ഈ 1000-നും 1300-നും ഇടയ്ക്കാണ്. എന്ന് പറയാൻ എത്ര വർഷമുണ്ട്? കഷ്ടിച്ച് 800 വർഷം അല്ല 1000 വർഷത്തെ പഴക്കം കേരളത്തിലെ ക്ഷേത്രങ്ങൾക്കുള്ളൂ. അല്ലാതെ വലിയ പ്രാചീനതയൊന്നുമില്ല. ഈ ക്ഷേത്രങ്ങൾക്ക് തന്നെ മറുവശം കേരളത്തിലെ ബുദ്ധ ജൈന വിഹാരങ്ങളായിരുന്ന ഒട്ടേറെ അമ്പലങ്ങൾ എന്നല്ല തന്നെ പറയേണ്ടത്, ശരിക്കും പറഞ്ഞാൽ പള്ളികളെന്നോ ജൈനഭാഷ പറഞ്ഞാൽ പള്ളി, ബുദ്ധമത വിഹാര കേന്ദ്രങ്ങൾ, ആ വിഹാര കേന്ദ്രങ്ങളൊക്കെ തന്നെ ക്ഷേത്രങ്ങളായിട്ട് പിടിച്ചെടുക്കപ്പെടുകയോ പരിവർത്തിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഉദാഹരണം, തൃശ്ശൂരിലെ വടക്കുന്നാഥ ക്ഷേത്രം ഒരു ബുദ്ധവിഹാരമായിരുന്നു. കൊടുങ്ങല്ലൂർ, ഓച്ചിറയിൽ അല്ലെങ്കിൽ ശബരിമല തുടങ്ങിയിട്ടുള്ള 100 കണക്കിന് ക്ഷേത്രങ്ങൾ, ബുദ്ധവിഹാരങ്ങൾ ഈ പറയുന്ന സംഘ അധിനിവേശത്തിൻ്റെ ഫലമായി, പ്രത്യേകിച്ചും ശങ്കരാചാര്യ അദ്വൈതത്തിന് ശേഷം വളരെ കൃത്യമായി നടത്തിയിട്ടുള്ള ആസൂത്രിതമായ ബുദ്ധജൈന വേട്ടകൾക്ക് ശേഷം പിടിച്ചെടുക്കപ്പെട്ടുള്ള ക്ഷേത്രങ്ങളാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കാൻ ധാരാളം തെളിവുകളുണ്ട്. ഞാൻ ആ തെളിവുകളിലേക്ക് തൽക്കാലം പോകുന്നില്ല. അത് മനസ്സിലാക്കാൻ പലപ്പോഴും ഉപയോഗിക്കുന്ന പള്ളി എന്ന വാക്ക്, അതുപോലെ ആ പള്ളികളിൽ ഈ അമ്പലങ്ങളിൽ നടക്കുന്ന വിഗ്രഹമില്ലാത്ത, ഉദാഹരണം ഓച്ചിറയിൽ വിഗ്രഹമില്ല, കൊടുങ്ങല്ലൂരാണ് അടുത്ത കാലത്ത് വിഗ്രഹം വരുന്നത്. അതുപോലെ വിഗ്രഹമില്ലാത്ത ക്ഷേത്രങ്ങൾ, അതുപോലെ കുത്തിയോട്ടങ്ങൾ, ശരണം വിളിയെ, കാളയെടുപ്പ് തുടങ്ങിയവയെല്ലാം ബുദ്ധമതാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങളാണ്. ധാരാളം ക്ഷേത്രങ്ങൾ, പെരുമ്പാവൂരിലെ കല്ലിൽ ക്ഷേത്രം, അല്ലെ കന്യാകുമാരിയിലെ ചിത്രാൾ ക്ഷേത്രം തുടങ്ങിയവയെല്ലാം ബുദ്ധമത വിഹാരങ്ങളായിരുന്നതാണ്. അതെല്ലാം ബുദ്ധമത സന്യാസികളെ പരസ്യമായി കൊന്നൊടുക്കിക്കൊണ്ട്, ഇപ്പം തമിഴ്നാട്ടിലെ വൈഗാതീരത്ത് നടക്കുന്ന കഴിവേറ്റ് തിരുവിഴ എന്ന് പറയുന്ന ആചാരം ബുദ്ധമത സന്യാസികളെ ഭീകരമായി കൊന്നൊടുക്കിയതിൻ്റെ തെളിവായി ആഘോഷമായിട്ട് നടന്നതാണ്. നമ്മുടെ ആലുവ എന്ന വാക്കിനർത്ഥം ശൂലമെന്നാണ്.
ബുദ്ധമത സന്യാസികളെ ശൂലത്തിൽ കുത്തി കൊന്നതിൻ്റെ സ്മരണയ്ക്കാണ് ആലുവയിൽ ഇപ്പോൾ ഈ പിതൃതർപ്പണം പോലുള്ള ആഘോഷങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഇത്തരം ആചാരങ്ങളെയൊക്കെ പരിഷ്കരിക്കാൻ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഒരു 1000 കഷ്ടിച്ച് വർഷങ്ങൾ മാത്രമേ 8ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യർ തൻ്റെ അദ്വൈതവുമായി വന്ന് ഞാനും ബ്രഹ്മമാണ്, നീയും ബ്രഹ്മമാണ്, അത് നീ ആകുന്നു, അഹം ബ്രഹ്മാസ്മി തുടങ്ങിയിട്ടുള്ള അതിമനോഹരങ്ങളായ തട്ടിപ്പുകളിലൂടെ വരികയും വളരെ കൃത്യമായും തൻ്റെ ബ്രാഹ്മണിക താല്പര്യത്തിനെതിരായി, അഥവാ വൈദിക മതം, ഞാൻ ഹിന്ദുമതം നമുക്ക് ഉപയോഗിക്കുന്നില്ല, അന്ന് ഹിന്ദുമതമൊന്നുമില്ല, തൻ്റെ 1005 ഹിന്ദു എന്ന വാക്ക് ഇന്ത്യയിൽ വരുന്നത്. അതിനു മുമ്പ് ഇന്ത്യയിൽ ഹിന്ദു എന്നൊരു വാക്കില്ല, ഇന്ത്യയിലെ വേദപുരാണങ്ങളിലൊന്നും ഹിന്ദു ഒരു വാക്കില്ല. ആ ഹിന്ദു എന്ന വാക്ക് നടക്കുന്ന ഒരു പേർഷ്യൻ സഞ്ചാരികളാണ്, അൽബെറുവിൻ തുടങ്ങിയിട്ടുള്ള പേർഷ്യൻ സഞ്ചാരികളാണ് ഹിന്ദ് എന്ന വാക്ക് തന്നെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശങ്കരാചാര്യരുടെ അദ്വൈതം പറയുകയും അതേസമയം വളരെ കൃത്യമായി ബുദ്ധ ജൈന സന്യാസിമാരെ കൊന്നൊടുക്കുകയും ആ കൊന്നൊടുക്കലിന് ന്യായമായിട്ടാണ് യഥാർത്ഥത്തിൽ ഭഗവത്ഗീത ഉയർന്നത്. ഭഗവത്ഗീതയിൽ വളരെ കൃത്യമായി ബുദ്ധമത സന്യാസികളെയും ജൈന സന്യാസികളെയും അവരുടെ സ്ത്രീകളെയും വളരെ ആക്ഷേപിക്കുകയും വ്യഭിചാരികളാക്കുകയും ചെയ്ത ധാരാളം കഥകൾ പുരാണങ്ങൾ ഭാഗവത അടക്കമുള്ള കൃതികളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇവർ നാസ്തികരാണ്, നാസ്തികരുമായി ബന്ധപ്പെടാൻ പാടില്ല, അവരുടെ സ്ത്രീകളെല്ലാം വ്യഭിചാരികളാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒട്ടേറെ തെളിവുകൾ എൻ്റെ പുസ്തകത്തിൽ ആര്യദ്രാവിഡവാദവും ഭഗവത്ഗീതയുടെ രാഷ്ട്രീയ പുസ്തകത്തിൽ എൻ്റെ തെളിവുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, ശ്ലോകങ്ങൾ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ കൃത്യമായ ഒരു ആസൂത്രിത വൈദിക അധിനിവേശത്തിൻ്റെ ഈ അധിനിവേശം എന്നൊക്കെ പറയുമ്പോൾ പടയോട്ടം പോലെ നടത്തിയിട്ടൊന്നുമല്ല ചെയ്യുന്നത് കേട്ടോ. നമ്മളിപ്പം പുതിയ പഠനങ്ങളനുസരിച്ച് ഇന്ത്യക്ക് പുറത്തുനിന്ന് ആരും ഇവിടെ വന്നിട്ടില്ല. അഥവാ ഇന്ത്യയിലെ നമ്മൾ വടക്കൻ ഇന്ത്യയിൽ കാണുന്ന ബ്രാഹ്മണരെന്ന് പറയുന്നവരല്ല തെക്കൻ ഇന്ത്യയിലെ കേരളത്തിലെ നമ്പൂതിരിമാർ ബ്രാഹ്മണരല്ല കേട്ടോ. ഈ നമ്പൂതിരി എന്ന് പറയുന്ന പേര് തന്നെ വന്നതും തിരുവിതാംകൂറിലെ നമ്പൂതിരിമാരും തമിഴ്നാട്ടിലെ നമ്പൂതിരിമാരും തമ്മിൽ ഒട്ടേറെ വ്യത്യാസം. 100ലേറെ ജാതികളുണ്ട് നമ്പൂതിരിമാർക്കല്ലേ, ബ്രാഹ്മണർക്കിടയിൽ അല്ല, ഒരു ജാതിയൊന്നുമല്ല. അപ്പോൾ 100ലേറെ ജാതികൾ ഈ ബ്രാഹ്മണരുടെ കൂട്ടത്തിലുണ്ടെങ്കിലും അതിൽ 1, 2, 3 ജാതികൾ മാത്രമാണ് കേരളത്തിലുള്ള നമ്പൂതിരിമാരും പോറ്റിമാരും. അവർ അന്തരാള ജാതികളാണ്, നേരിട്ട് ബ്രാഹ്മണരായിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഇപ്പം നമ്മൾ അവർക്ക് ചാർത്തി കൊടുത്തിരിക്കുന്ന പട്ടമാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നൊരു പട്ടം. അവർ ബ്രാഹ്മണരല്ല, കേരളത്തിലെ നമ്പൂതിരിമാരും ബ്രാഹ്മണരല്ല. ബ്രാഹ്മണ്യത്തിൻ്റെ കാരണം വേദ പണ്ഡിതന്മാരായിട്ടുള്ള സോമയാജികൾ കേരളത്തിൽ കുറവാണ്. ഈ 64 കുടുംബങ്ങളെ കേരളത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചെന്നുള്ള ശങ്കരാചാര്യരുടെ കഥയും ജാതി നിർണ്ണയം എന്ന കൃതിയിലൊക്കെ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വന്ന ആരുമല്ല. കേരളത്തിലോ ഇന്ത്യയിലോ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു ജനവിഭാഗങ്ങൾ അധിനിവേശം നടത്തിയെന്ന് പറയുന്നത് ആധുനിക ജനിതക ശാസ്ത്രപ്രകാരം തെറ്റാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്ന, കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആളുകൾക്കിടയിലുണ്ടായ വിഭജനത്തിൻ്റെ ഫലമായിട്ടാണ് ജാതി വിഭാഗങ്ങളുണ്ടായതെന്ന് പുതിയ ജനിതക പഠനങ്ങൾ വരുന്നുണ്ട്. ആ ജനിതക പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ കേരളത്തിലെ ആദിമ ജനത അഥവാ ഇന്ത്യയിലെ ആദിമ ജനത നിലമ്പൂരിലെ ചോലനായകന്മാരാണെന്നാണ് പറയുന്നത്. ഈ വസ്തുത ഞാൻ പറയുന്നത് എതിരൻ കതിരവനും സേതുരാമനും പോലുള്ള ആളുകൾ മലയാളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃതികൾ, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ അംഗീകരിക്കപ്പെട്ട് വരികയാണെങ്കിൽ ഇന്നലെ വരെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആര്യാധിനിവേശത്തിൻ്റെ കഥകളും അല്ലെ ആര്യദ്രാവിഡ സംഘടനത്തിൻ്റെ കഥകളും ഒക്കെ തന്നെ പൊളിഞ്ഞു പോകും എന്നുള്ളതാണ് സത്യം. കേരളത്തിലെ ജാതി വിഭാഗങ്ങൾ കേരളത്തിൽ തന്നെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള വ്യത്യസ്ത വിഭാഗങ്ങളാണെന്നാണ് ഈ ജനിതക പഠനം പറയുന്നത്. അതുപോട്ടെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് ഇവരുടെ സാമ്പത്തിക കേന്ദ്രീകൃതമായിട്ടുള്ള മൂലധന കേന്ദ്രീകൃതമായ മേഖലകളായിരുന്നു അമ്പലം എന്നതുകൊണ്ട് അമ്പലത്തിന്മേലുള്ള അധികാരം എപ്പോഴും അവർ പിടിച്ചുകൊണ്ടിരുന്നതിൻ്റെ മറ്റൊരു തെളിവായിരുന്നു ശബരിമല. ശബരിമല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഹിന്ദു ക്ഷേത്രമല്ല. ശബരിമലയെക്കുറിച്ച് അയ്യപ്പനെക്കുറിച്ചോ ഒരു പുരാണങ്ങളിൽ പറയുന്നില്ല എന്ന് മാത്രമല്ല, ശാസ്താവ് എന്ന പ്രയോഗം തന്നെ ബുദ്ധനെ സൂചിപ്പിക്കുക. ശാസ്താവ് ബുദ്ധനാണ്. അതുപോലെ ധർമ്മം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്ന ധർമ്മം ബുദ്ധൻ്റെ ധമ്മമാണ്. ബുദ്ധൻ ധമ്മ എന്നാണ് പറഞ്ഞത്, അതിനെ പിടിച്ച് ധർമ്മമാക്കി. ഈ പറയുന്ന പരിണാമങ്ങളൊക്കെ വരുത്തിയത് വളരെ ബോധപൂർവമായിട്ടുള്ള പ്രക്രിയകളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് യാതൊരു പുരാണങ്ങളിലും പറയാത്ത അയ്യപ്പൻ എങ്ങനെയാണ് ഹിന്ദു ദൈവമായത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിക്കാനിടയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അതിലൊരു ഉപമ അല്ലെങ്കിൽ ഒരു രൂപകപരമായ ഒരു കാര്യമുണ്ട്. ഈ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ, പ്രത്യേക ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ആചാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഈ ക്ഷേത്രങ്ങളിൽ കൊടി മരത്തിൽ ഉയർത്തുന്ന കൊടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ കൊടിയുടെ പ്രത്യേകത ശിരസില്ലാത്ത മനുഷ്യൻ്റെ രൂപമാണ് കൊടിക്ക്, 2 കൈയും 2 കാലും. അതുപോലെ തന്നെ പള്ളിവേട്ട, എല്ലാ അമ്പലങ്ങളിലും ഉത്സവത്തിന് പള്ളിവേട്ടയുണ്ട്. പള്ളിവേട്ട എന്ന് പറഞ്ഞാൽ വേട്ടയാടി ബുദ്ധമത ആളുകളെ വേട്ടയാടി കൊല്ലുന്നതിൻ്റെ തെളിവാണ് പള്ളിവേട്ട എന്ന് പറയും. വേട്ട തന്നെയാണ്. അതിന് പലപ്പോഴും ഇപ്പം തിരുവനന്തപുരത്തൊക്കെയാണ് വാളും പിടിച്ച് രാജാവ് തലക്കെ പോകും. പള്ളിവേട്ട യുദ്ധത്തിൻ്റെ പ്രതീകം തന്നെ, യുദ്ധം നടത്തുക തന്നെയാണ്. ചിലയിടത്ത് അമ്പും വില്ലും ഉപയോഗിച്ചുകൊണ്ടാണ് പോകുന്നത്.
അതിനുശേഷം ആറാട്ടെന്ന് പറഞ്ഞാൽ ചോര പുരണ്ട ദേവൻ്റെ വിഗ്രഹം കഴുകിയെടുക്കുന്ന പ്രക്രിയയാണ്. അതുപോലെ തേങ്ങ ഉടയ്ക്കുക എന്ന് പറയുന്നത് തേങ്ങ തലയുടെ പ്രതീകമാണ്. അപ്പോൾ തേങ്ങ എറിഞ്ഞുടയ്ക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധമത സന്യാസികളെ തലയടിച്ചു പൊട്ടിക്കുന്നതായിട്ട് നമുക്കൊരു തെളിവുകളല്ല ഞാൻ പറയുന്നത്, മറിച്ച് വളരെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു മെറ്റഫോറിക്കലായിട്ടുള്ള പ്രതീകാത്മകമായൊരു കാര്യമാണ് എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. സാമുവൽ മെറ്റേറിൻ്റെ ഞാൻ കണ്ട കേരളം എന്ന പുസ്തകത്തിൽ ശബരിമലയെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. എൻ്റെ ശബരിമലയും ബ്രാഹ്മണാദിത്യ പുസ്തകത്തിൽ ഞാൻ എൻ്റെ ആ തെളിവുകൾ മുഴുവൻ കൊടുത്തിട്ടുണ്ട്. മലയരിയന്മാരുടെ പ്രദേശമായിരുന്നു ശബരിമല എന്നും അവിടെ അവർക്ക് അയ്യപ്പൻ എന്നൊരു വേട്ട ദൈവം ഉണ്ടായിരുന്നെന്നും ആ വേട്ട ദൈവത്തിൻ്റെ വെളിച്ചപ്പാടായി തലനാനി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നെന്നും ഈ വേട്ട ദൈവത്തെ അവരാരാധിച്ച് ഇതിൻ്റെ തെളിവായിട്ടാണ് ഈ ശബരിമലയിലെ അയ്യപ്പൻ അല്ല ശാസ്താവ് വരുന്നതെന്നും ഈ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ വിളിച്ച് കൂവി വിളിക്കുന്ന ഇതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ശരണവിളി ഉണ്ടാകുന്നതെന്നും ഒക്കെ വളരെ കൃത്യമായിട്ട് സാമുവൽ മെറ്റീർ തൻ്റെ ഞാൻ കണ്ട കേരളം എന്ന പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. ഹ്യുവാൻ സായിങ്ങിൻ്റെ സഞ്ചാരക്കുറിപ്പുകളിൽ ശബരിമലയെ ചുരുളിമല എന്നും അവിടെ മലയപർവ്വതമുണ്ടെന്നും അവിടെ മലയേറിയന്മാരുണ്ടായിരുന്നെന്നും സൂചിപ്പിക്കുന്നുണ്ട്. കേസരി ബാലകൃഷ്ണപിള്ള കേരള ചരിത്രത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനം, പ്രാചീന കേരള ചരിത്രത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ള കേസരി ബാലകൃഷ്ണപിള്ള പറയുന്നത് പന്തളം നാടുവാഴി അവലോകിതേശ്വരൻ എന്ന് പറയുന്ന ഒരു ദേവനെ പൂജിച്ചിരുന്നെന്നും ആ അവലോകിതേശ്വരനെയാണ് പിന്നീട് ശാസ്താവായിട്ട് പരിണമിപ്പിച്ച് അങ്ങനെയാണ് പന്തളവും ശബരിമലയും തമ്മിലുള്ള ബന്ധമുണ്ടായതെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇത്തരം തെളിവുകൾ നമ്മൾ അല്ലെങ്കിൽ പഴയ ചരിത്രങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ശബരിമല എന്ന് പറയുന്ന ഒരിക്കലും ഒരു ഹൈന്ദവ ക്ഷേത്രമായിരുന്നില്ല എന്നും അവിടെ 1900 വരെ യാതൊരുവിധ പൂജയും ആചാരവും ഉണ്ടായിരുന്നില്ല. മലയേറിയന്മാർ മാത്രം നടത്തിയിരുന്ന ഏതാനും പ്രക്രിയകൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്നും 1900 തീപിടുത്തത്തിന് ശേഷമാണ് നാം ഇന്ന് കാണുന്ന ശബരിമലയുടെ രൂപത്തിലേക്ക് വരുന്നത്. ഈ ശബരിമലയിലെ വിഗ്രഹം ഈ തരത്തിലുള്ള കുത്തിയിരിക്കുന്ന വിഗ്രഹം ഉണ്ടാകുന്നതും അതിന് മുമ്പത്തെ വിഗ്രഹങ്ങളിലൊക്കെ ചിത്രമുണ്ട്. ആ വിഗ്രഹങ്ങളൊന്നും ഇങ്ങനെ കുത്തിയിരിക്കുന്ന വിഗ്രഹങ്ങളല്ല, ചാഞ്ഞിരിക്കുന്നതും ചെരിഞ്ഞിരിക്കുന്നതും രണ്ട് സ്ത്രീകളുടെ നടുക്കിരിക്കുന്ന അയ്യപ്പൻ്റെ ചിത്രങ്ങളും അങ്ങനെയുള്ള വിഗ്രഹങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ വിഗ്രഹങ്ങളെയൊക്കെ മാറ്റിയിട്ട് ആസൂത്രിതമായിട്ട് ഇങ്ങനൊരു വിഗ്രഹം ഉണ്ടാക്കി വെക്കുന്നതും ശബരിമല അയ്യപ്പനെക്കുറിച്ചുള്ള പുട്ടൻ കഥകൾ എഴുതി വെക്കുന്നതും ശബരിമല അയ്യപ്പന് ചീരപ്പഞ്ചിറ വീടുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും പിന്നെ പന്തളത്തെക്കുറിച്ചുള്ള ഈ കഥകളൊക്കെ പിന്നീട് അവർ മെനഞ്ഞെടുക്കുന്നതാണ്. അത് അന്വേഷിച്ച് ചീരപ്പഞ്ചിറയിൽ ഒരിക്കൽ പോയ ചീരപ്പഞ്ചിറയിൽ അയ്യപ്പ ക്ഷേത്രമുണ്ട്. അവിടെ ചിലപ്പോൾ അവർ പറയുന്നത് ചുമ്മാ ഇങ്ങനെ ഓരോ പൊട്ട കഥകൾ പറയുന്നുള്ളതല്ലാതെ അവർക്ക് ഈ ചരിത്രവുമായിട്ടോ അല്ലെങ്കിൽ അന്ന് ത്രേതായുഗത്തിലോ അല്ലെങ്കിൽ ദ്വാപരയുഗത്തിലോ ഉണ്ടായ ഒരു ദൈവം ഏതാണ്ട് 4 കോടി 8 കോടി വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ പന്തളത്ത് വന്ന് ജനിച്ചു ആ കഥകൾ പൊട്ടക്കഥകൾ ഐതിഹ്യങ്ങൾ ആ ഐതിഹ്യങ്ങളുടെ മിത്തുകളുടെ പോലും ബലം യഥാർത്ഥത്തിൽ ശബരിമലയ്ക്കില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇന്ന് ഇന്ത്യയിലെ അല്ലെ കേരളത്തിലെ സംഘപരിവാരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മേഖലയായി അവരുടെ അധികാര സ്ഥാപനത്തിൻ്റെ മേഖലയായി ശബരിമല മാറി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ശബരിമലയുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് അതിലെ സ്ത്രീ പ്രവേശനവുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായും ഈ ശൂദ്രലഹള സംഘടിപ്പിക്കുകയും അത് ഗവൺമെൻറ്റിനെതിരായിട്ട് അല്ലെങ്കിൽ പുതിയ സർക്കാരിനെതിരായിട്ടുള്ള ആസൂത്രിതമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് വന്ന ആ കഥകളൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഞാനിപ്പം പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ശബരിമല മാത്രമല്ല ഇത്തരം ക്ഷേത്രങ്ങളെല്ലാം തന്നെ സംഘപരിവാരത്തിൻ്റെ ഗൂഢാലോചനകളുടെയും കലഹങ്ങളുടെയും കേന്ദ്രമായി മാറുകയും വളരെ ആസൂത്രിതമായി പണ്ടെന്നതുപോലെ തന്നെ പുതിയൊരു ബ്രാഹ്മണ്യ സിദ്ധാന്തം അവതരിപ്പിച്ചുകൊണ്ട് പുതിയ അഴിമതികളുടെയും കൊള്ളകളുടെയും കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിരിക്കുന്ന കൊള്ളകളുടെ കഥകളെല്ലാം നിങ്ങൾ വായിച്ചു വന്നതുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് ഒന്നും കടന്നു പോകുന്നില്ല. പക്ഷേ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എങ്ങനെയാണ് ദേവനെയും ദൈവത്തെയും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെയും തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിനായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതെന്നും അതിലൂടെ എങ്ങനെയാണ് അധികാരത്തിലേക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ശബരിമല എന്നുള്ളതാണ് നമുക്കിപ്പോൾ എടുത്തു വരുന്നത്. ശബരിമല മാത്രമല്ല കേരളത്തിന് പുറത്ത് നമുക്കറിയാം തിരുപ്പതി ആന്ധ്രയിലെ ദൈവമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ ദൈവം ആന്ധ്രയിലെ തിരുപ്പതി ഭഗവാനാണ് വെങ്കടേശ്വരൻ. പക്ഷേ വെങ്കടേശ്വരന് കേരളത്തിൽ യാതൊരു മാർക്കറ്റും ഇല്ലാത്ത സഹപർവ്വതത്തിന് ഇപ്പുറത്തേക്ക് അങ്ങനെക്കുറിച്ച് യാതൊരു വിവരവും ആർക്കുമില്ല. പക്ഷേ സഹപർവ്വതത്തിന് അപ്പുറത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ ദൈവമാണ് തിരുപ്പതി ഭഗവാൻ. സ്വർണ്ണമാണ്, മൊത്തം സ്വർണ്ണമായ ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ട്. ഇവിടെ അതേപോലെ തന്നെ അയ്യപ്പന് അമ്പലം വിഴുങ്ങികളുടെ ഒരു കേന്ദ്രമായി ശബരിമല മാറുന്നത് മാത്രമല്ല ശബരിമലയിൽ 1998
വിജയ് മല്യ 30.3 കിലോഗ്രാം സ്വർണ്ണമല്ല ശരിക്കും കൊടുത്തത് 24 കാരറ്റ് തങ്കമാണ്. അങ്ങനെ ശരിക്കും ശബരിമലയിൽ തങ്ക സൂര്യോദയം ഉണ്ടാകുന്നത് 1998-ലാണ്. 98-ൽ വിജയ് മല്യ കൊടുത്ത സ്വർണ്ണം മാത്രമല്ല 1900 കിലോ ചെമ്പും കൊടുത്തു. മലയാളത്തിലെ രണ്ട് എന്താ പറയുന്നത്, നമ്മൾ പറയുന്ന ചൊല്ലുകളുണ്ട്, പഴഞ്ചൊല്ല്. ചെമ്പ് തെളിഞ്ഞുവെന്നും പമ്പ കടന്നുവെന്നും പറയുന്ന രണ്ടെണ്ണമുണ്ടല്ലോ. ഇത് രണ്ടും ചേരുന്നതാണ് ശബരിമലയ്ക്ക്. കാരണം അവിടുത്തെ ഈ ചെമ്പ് സ്വർണ്ണമായി മാറുന്നു, സ്വർണം വളരെപ്പെട്ട് ചെമ്പായി മാറുന്നു. ആരും അറിയാതെ രാത്രിയിൽ പമ്പ കടത്തിക്കൊണ്ട് പമ്പാ നദി കടന്ന് ഈ സാധനം പുറത്തേക്ക് പോകുന്നു. അതാണ് ഇപ്പം നമ്മൾ സംഭവിച്ചിരിക്കുന്ന കാര്യം. ഈ നിയമം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്ഷേത്രങ്ങളിലായാലും പള്ളികളിലായാലും വഖഫിലായാലും ഒരു പൊതു അൺറിട്ടൺ തിയറി എന്നാന്ന് ചോദിച്ചാൽ, ദൈവത്തിന് കിട്ടിയത് തിരിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ പണ്ടൊരു ബിഷപ്പ്, അവിടെ ഒരു സ്ത്രീയെ തട്ടിച്ച് 80 ഏക്കർ സ്ഥലം അടിച്ചു മാറ്റി. എന്നിട്ട് ഈ കേസൊക്കെയാണ് ഞങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ട് ബിഷപ്പിൻ്റെ ഇരിക്കാൻ ബിഷപ്പ് പറഞ്ഞാണെന്നറിയോ, ഭണ്ണാരത്തിലിട്ടത് ആർക്കുള്ളതാണ്? ദൈവത്തിൻ്റെതാണ്. ഇതുപോലെ വഖഫിൻ്റെ നിയമം അങ്ങനെയാണ്. ഒരിക്കൽ വഖഫ് എന്ന് പറഞ്ഞു പോയാൽ പിന്നെ ആ വസ്തു പിന്നീട് എന്നും വഖഫായിരിക്കും എന്ന് പറയുന്നില്ല. ദേവന് കൊടുത്തിരിക്കുന്ന എന്താണോ അത് തിരിച്ചെടുക്കാൻ പാടില്ല, അത് ദേവൻ്റെയാണ് എന്നുള്ളതാണ് നിയമം. ഈ ദേവൻ്റെ ആയിരിക്കെ 2019 കോവിഡ് കാലത്താണ് നമ്മുടെ പത്മകുമാർ പ്രസിഡൻ്റായ സമയത്താണ് മുരാരി ബാബു എന്ന് പറയുന്ന യോഗ്യൻ അവിടെ അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. മുരാരി ബാബുവിനെ കുറിച്ചൊക്കെ നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാമർഥ്യത്തെക്കുറിച്ച് ഏതെല്ലാം അമ്പലങ്ങളിൽ കൊള്ള നടത്തി, ഏതെല്ലാം അമ്പലങ്ങൾ അയാൾ വെളുപ്പിച്ചു എന്നൊക്കെയുള്ള പറയുന്നുണ്ട്. ആ മുരാരി ബാബുവാണ് ഈ ദ്വാരപാലക ശില്പം എടുത്തുകൊണ്ട് പോയി സ്വർണം പൂശണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, ഈ സ്വർണം പൂശലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെമ്പ് തെളിയിച്ചത്. ശരിക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ ആരാണ്? ഇയാൾക്ക് എന്ത് അധികാരമാണ് ഈ ക്ഷേത്രത്തിലുള്ളതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ഭരണകൂടവും നമ്മുടെ പോലീസും നമ്മുടെ നീതിന്യായ വകുപ്പുകളും എല്ലാം ഇത്തരം കാര്യങ്ങളിൽ എപ്പോഴും ഇരുട്ടി തപ്പുന്നു. ഇടനിലക്കാർ ആരാണ്? എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അധികാരം എന്താണ് അവിടെ ശബരിമല? ഒരധികാരമില്ല. പിന്നെ അയാൾ എങ്ങനെ വന്നു? അയാൾ ആരുടെ ഏജൻ്റാണ്? അതിനിപ്പോൾ തെളിയാൻ പോകുമെന്ന് ചോദിച്ചാൽ തെളിയുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല. അദ്ദേഹം നിയമമനുസരിച്ച്, ദേവസ്വം ബോർഡ് നിയമമനുസരിച്ച് ഏത് കാര്യങ്ങളും ബോർഡ് കൂടി തീരുമാനിക്കണമെന്നും, ബോർഡ് കൂടി തീരുമാനിച്ചാൽ മാത്രം പോരാ, അത് അവിടുത്തെ കമ്മീഷണറെയും സ്പെഷ്യൽ കമ്മീഷണറെയും അറിയിച്ച് പെർമിഷൻ മേടിച്ചതിന് ശേഷം മാത്രമേ എന്ത് നടപടി എടുക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ പമ്പ ഈ പറയുന്ന ദ്വാരപാലക വിഗ്രഹം രാത്രിയിൽ പമ്പ കടക്കുമ്പോൾ ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് 2023 കേരള ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഉത്തരവ് പ്രഖ്യാപിച്ചത്. ശബരിമലയിൽ എന്ത് നടന്നാലും, ഏത് ശ്രീകോവിലുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം നടന്നാലും അത് കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നും ഉള്ള ഉത്തരവിൻ്റെ അനുസരിച്ചാണ് 2025 അറ്റകുറ്റപ്പണി നടക്കുന്നത്. ഈ പറയുന്ന 2019 നടന്ന അതേ പ്രക്രിയ തന്നെ കോടതിയുടെ അറിവില്ലാതെ തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു, ക്ഷേത്രത്തിൽ നിന്നും ഈ സ്ഥാപനം പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതുവരെയുള്ളത് ഈ വെച്ചാൽ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ആ പണിയൊക്കെ തന്നെ വളരെ കൃത്യമായി ശ്രീകോവിലിന് മുന്നിൽ വെച്ച് തന്നെ, അമ്പലത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാതെ അവിടെ വെച്ച് തന്നെ വേണം ആ പണികൾ നടത്താനെന്നുള്ള ഉത്തരവിനെ ലംഘിച്ചുകൊണ്ടാണ് സെപ്റ്റംബർ 7-ാം തീയതി ഈ ദ്വാരപാലകന്മാർ വീണ്ടും പമ്പ കടക്കുന്നത്. ഈ സെപ്റ്റംബർ 7-ാം തീയതി പമ്പ കടന്ന ദ്വാരപാലകൻ 39 ദിവസം കഴിഞ്ഞിട്ടാണ് ചെന്നൈയിലെത്തുന്നത്. അപ്പോൾ ഈ 30 ദിവസം ആരുടെ കയ്യിൽ ഇരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ഇനി ഒരുപക്ഷെ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. എന്തായാലും അവിടെ ചെന്നപ്പോൾ അതിൽ 4 കിലോ സ്വർണം കുറവാണ്. അങ്ങനെ വിജയ് മല്യയുടെ തങ്കം സ്വർണമാകുന്നു, സ്വർണം പിന്നീട് ചെമ്പായിട്ട് മാറുന്നു. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ കാണാതെ പോകുന്ന മഞ്ഞുമലയുടെ ഒരൊറ്റ മാത്രമാണ്. 2019 ഇതേ ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ വാതിൽ സ്വർണ്ണപ്പാളി പൊതിഞ്ഞിട്ടുണ്ട്. അതും ഇതേ സംഘം തന്നെയാണ് നടത്തിയത്. അതുപോലെ ശബരിമലയിലെ കൊടിമരത്തിൻ്റെ മുകളിൽ വാജീവാഹനം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഓരോ ദേവന്മാർക്ക് ഓരോ വാഹനങ്ങളുണ്ട്. ശബരിമല അയ്യപ്പൻ്റെ വാഹനം കുതിരയാണ്. ആ കൊടിമരത്തിൻ്റെ ഏറ്റവും തുമ്പത്തിരിക്കുന്ന കുതിരയുടെ സ്വർണ്ണ വിഗ്രഹം അത് കാണാതെ പോയി. അത് തന്ത്രിയുടെ വീട്ടിലുണ്ടെന്നാണ് പറയുന്നത്. അത് വീട്ടിൽ ചെന്നപ്പോൾ അന്വേഷിച്ചിട്ട് കാണുന്നില്ല. ഇനി നമുക്കുള്ളൊരു സംശയം ഇതാണ്, ഇത് അന്വേഷിച്ച് വരുമ്പോൾ ഇനി അകത്തിരിക്കുന്ന അയ്യപ്പൻ തന്നെ തങ്കമാണോ സ്വർണ്ണമാണോ ചെമ്പാണോ എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. ശരിക്കും അത് തന്നെ അടിച്ചു മാറ്റി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത് മനസ്സിലാക്കേണ്ട കാര്യം, യാതൊരു ദൈവങ്ങൾക്കും യാതൊരു ശക്തിയോ ബുദ്ധിയോ വിവേകമോ വെളിവോ ഇല്ല എന്നുള്ളതാണ്. തന്നെ അടിച്ചുകൊണ്ട് പോയിട്ട്
അത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ദൈവം എങ്ങനെയാണ് ദൈവമാണെന്ന് അദ്ദേഹത്തിന് മുന്നിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ചെന്നിട്ട് 5 രൂപയും 10 രൂപയും കൊടുത്തിട്ട് അല്ലെ 100 രൂപ കൊടുത്തിട്ട് ഭഗവാനെ എനിക്ക് ഇന്ന കാര്യങ്ങളെല്ലാം സാധിക്കണമേ എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഒരു വശത്ത് നടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയുണ്ട്. അതാണ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അത് നമ്മുടെ അയ്യപ്പ സംഗമവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കേരളത്തിലെ ഇന്ന് വരെ ഒരു ഗവൺമെൻറ്റും ചെയ്യാത്ത വിധത്തിൽ ഗവൺമെൻറ് നേരിട്ട് മതത്തിൽ ഇടപെടുന്ന വളരെ ഭരണഘടനാ വിരുദ്ധവും ധിക്കാരപരവും ജനാധിപത്യ വിരുദ്ധവുമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് കേരളത്തിൽ നടക്കുന്നത്. ഇടതു വലതു ഭേദമന്യേ എല്ലാവരും ദൈവത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നുള്ളതാണ്. അയ്യപ്പ സംഗമം നടത്തുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഗവൺമെൻറ്റാണ്. ദേവസ്വം ബോർഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് നേരിട്ട് ചെയ്യുന്നത് മാത്രമല്ല, വളരെ കൃത്യമായി NSSനെ SNDPയെയും യോജിപ്പിച്ച് തങ്ങളുടെ പക്ഷത്ത് നിർത്തി അടുത്ത തവണത്തെ അധികാരം ഉറപ്പിക്കുക എന്ന് പറയുന്ന വളരെ വൃത്തികെട്ട കപടമായ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും ശബരിമല ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കാരണം നേരത്തെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ഉണ്ടായ പ്രശ്നങ്ങളിൽ നടന്ന ശൂദ്രലഹളയുടെ അനന്തരഫലം എന്താണ് എന്നും അതിനുശേഷമുണ്ടായ തെരഞ്ഞെടുപ്പുകളിൽ അവരുണ്ടാക്കിയുള്ള മുന്നേറ്റങ്ങളിലെ സംഘപരിവാരം അല്ലെ BJP ഉണ്ടാക്കിയ മുന്നേറ്റത്തെ തടയാൻ അതേ അയ്യപ്പനെയും അതേ മതത്തെയും ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ ഇത്രമാത്രം മലീമസമാക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഭയപ്പെടണം. നമ്മൾ യുക്തിവാദികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം, സെക്കുലറിസത്തെ ഒറ്റുകൊടുത്തുകൊണ്ട് മതത്തെ രാഷ്ട്രീയത്തിൽ നേരിട്ട് സന്നിവേശിപ്പിക്കുന്ന ഈ പ്രക്രിയ ആര് ചെയ്തിരുന്നു നേരത്തെ? അത് നേരത്തെ സംഘപരിവാരം ചെയ്തതാണ്. നമുക്കറിയാം, സംഘപരിവാരത്തിൻ്റെ ചരിത്രം നമ്മൾ പുറകോട്ട് പരിശോധിക്കുമ്പോൾ 1890 തിലകനിൽ തുടങ്ങുന്നതാണത്. തിലകനെക്കുറിച്ച് നമ്മളൊക്കെ നമ്മളെ പാഠപുസ്തകത്തിൽ പഠിച്ച തിലകൻ എന്താ ദേശാഭിമാനിയായിരുന്നു, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചെന്നൊക്കെയാണ്. തിലകനാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മതത്തെ രാഷ്ട്രീയത്തിൽ സന്നിവേശിപ്പിക്കുന്നത്. 1800 അദ്ദേഹം തിലകൻ്റെ ഗീതാരഹസ്യം എഴുതിക്കൊണ്ട് അദ്ദേഹമാണ് ഗണപതി പൂജകളെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ തെരുവിലിറക്കിക്കൊണ്ട് വരികയും 1890 ബോംബെയിലെ പ്ലേഗ് പടർന്നു പിടിക്കുന്ന സമയത്ത് ആ പ്ലേഗിനെതിരെ നടപടിയെടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ചാൾസ് റാൻഡി എന്ന ഉദ്യോഗസ്ഥനെ കൊല്ലാൻ വേണ്ടി ചാബേഗർ സഹോദരന്മാരെന്ന 3 പേരെ ചട്ടം കെട്ടി. ഈ ചാബേഗർ സഹോദരന്മാർ എലിയെ കൊല്ലാൻ തീരുമാനമെടുത്ത ചാൾസ് റാൻഡിയെ വധിക്കുന്നു. ആ ചാൾസ് റാൻഡിയെ വധിച്ച ചാബേഗർ സഹോദരന്മാരെ ഗവൺമെൻറ് പിടിച്ച് തൂക്കിക്കൊല്ലുന്നു. ആ തൂക്കിക്കൊല്ലുന്ന ചാബേഗർ സഹോദരന്മാർ കൊലമരത്തിലേക്ക് കയറുമ്പോൾ അവരുടെ കക്ഷത്തിലുണ്ടായിരുന്നത് ഭഗവത്ഗീതയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആദ്യത്തെ മത അധിനിവേശത്തിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള അജണ്ടയായിരുന്നു തിലകൻ നടപ്പിലാക്കിയത്. അത് അവരന്ന് ഭഗവാൻ മുദ്രാക്കം വിളിച്ചുകൊണ്ടാണ് കയറുന്നത്. അതേ ഭഗവത്ഗീത പിന്നീട് നാം കാണുന്നത് 1948 ഗാന്ധിയുടെ കയ്യിലാണ്. ഗാന്ധിയുടെ കയ്യിലിരുന്ന ഇപ്പം ചാവേകർ സഹോദരന്മാർ കയ്യിൽ വെച്ചിരുന്ന ഭഗവത്ഗീത 48 ഗാന്ധിയുടെ കയ്യിൽ വരുമ്പോൾ അതേ ഭഗവത്ഗീത പിടിച്ച നാഥുറാം ഗോഡ്സെയാണ് ഗാന്ധിജിയെ വെടിവെച്ചു കൊല്ലുന്നത്. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് മതം വളരെ ബുദ്ധിപരമായിട്ടും തന്ത്രപരമായിട്ടും വളരെ പ്രത്യക്ഷമായി ഇടപെട്ടുകൊണ്ടിരുന്നത് എന്നുള്ള തെളിവാണ്. 1915 ഹിന്ദു മഹാസഭ ഉണ്ടാകുന്നത്. 1925 RSS രൂപീകരിക്കുന്നു. നിങ്ങൾക്ക് RSS എന്ന് പറയുന്നത് നമ്മളാരും ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ പ്രസ്ഥാനമൊന്നുമല്ല. ഇന്ത്യയിൽ 4 ലക്ഷത്തിലേറെ ശാഖകൾ, ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളിലും ശാഖകൾ നെറ്റ്വർക്കുമുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് RSS. എവിടെ എന്ത് നടക്കുന്നു, ഇന്ത്യയുടെ ഏത് ഗ്രാമത്തിൽ എന്ത് സംഭവം നടക്കുന്നുവെന്ന് നാഗപ്പൂരിൽ അവരുടെ ഓഫീസിലിരുന്നാൽ അറിയാം. അത്രമാത്രം സംഘടിതമായി 100-ലധികം ഇന്ത്യൻ സംഘടനകളുണ്ട് RSSന്. എന്നെ RSSനെ കുറിച്ച് മാത്രം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ ആ പ്രസ്ഥാനങ്ങളുടെ പേര് പറയുന്നുണ്ട്. ആ 100-ലേറെ സംഘടനകളിൽ ഒരു സംഘടന മാത്രമാണ് BJP. അതായത് ആദിവാസി മേഖലയിൽ തൊട്ട് മുസ്ലിം മേഖലയിൽ വരെ പ്രവർത്തിക്കുന്ന 100-ലേറെ സംഘടനകൾ ഇന്ത്യയിൽ RSSനുണ്ട്. 10-ലേറെ വിദേശ സംഘടനകളുണ്ട്. സേവ ഇൻ്റർനാഷണൽ, OFBJP, IDRF പോലെയുള്ള നിരവധി വിദേശ സംഘടനകളാണ് BJPയുടെ അല്ലെങ്കിൽ RSSൻ്റെ വിദേശ ഫണ്ട് നൽകുന്നത്. OFBJP, ഓവർസീസ് BJP എല്ലാ മേഖലയും എല്ലാ രാജ്യങ്ങളിലുണ്ട് ഇവർക്ക്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ ഇന്ത്യയിൽ മാത്രം നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല RSS. ഇപ്പം നമ്മൾ ഇവരുടെ നേതാക്കന്മാരൊക്കെ ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവർക്ക് സ്വീകരണം ഒരുക്കുന്നത് ഈ OFBJP-യാണ്. അവർക്ക് വേണ്ടുന്ന ഫണ്ട് ഇഷ്ടം പോലെ കണക്കില്ലാത്ത ഫണ്ട് നൽകുന്നത് സേവ ഇൻ്റർനാഷണലാണ്. ഈ കിട്ടുന്ന വിദേശ ഫണ്ടിൽ 70% ചെലവഴിക്കപ്പെടുന്നത് ഇന്ത്യയിലെ ആദിവാസി മേഖലയിലാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഭയങ്കരമായ ഒരു കാര്യം ഇതാണ്. ഗുജറാത്ത് കലാപത്തിലെ കൊലപാതകങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്തത് ഗുജറാത്തിലെ ആദിവാസികളാണ്.
അവർക്ക് ശമ്പളം കൊടുത്ത് മദ്യം കൊടുത്താണ് അവരെ കൊണ്ട് ഈ കലാപം സംഘടിപ്പിച്ചത്. അത് എന്താണ് അമിത് മോച്ചി എന്ന് പറയുന്ന ആ ഗുജറാത്ത് കലാപകാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ജീൻസൊക്കെ ഇട്ട് ഇങ്ങനെ കൈ പിടിച്ചിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അയാൾ കേരളത്തിൽ വന്ന് നമ്മളോട് പറഞ്ഞൊരു കാര്യമാണിത്. കള്ള് കൊടുത്ത് ആദിവാസികളെ സൈനിക പരിശീലനം കൊടുത്താണ് ചെയ്തത്. ഈ ഫണ്ട് മുഴുവൻ ഇങ്ങനെയാണ് ഓവർസീസിൽ അവർ സംഘടിപ്പിച്ചത്. അങ്ങനെ നമ്മൾ ഭയപ്പെട്ടു പോകുന്ന, നമ്മൾ എവിടെ അനങ്ങിയാലും നമ്മൾ ഇന്ന് യോഗം നടക്കുന്ന അവർ കൃത്യമായിട്ട് അവർക്കറിയാം. വളരെ കൃത്യമായ ആസൂത്രിതമുള്ള ഒരു പ്രസ്ഥാനമാണ് RSS എന്ന് പറയുന്നത്. ആ RSSൻ്റെ അജണ്ടയുടെ ഭാഗമായിരുന്നു 1980 2 സീറ്റ് ഉണ്ടായിരുന്ന BJPക്ക് 1984 90 സീറ്റും 2014 അധികാരത്തിലേക്ക് വന്നത് എന്തിൻ്റെ പേരിലായിരുന്നു? ഒറ്റ കാര്യം, ഗോഡ് മാർക്കറ്റ്, ദൈവചന്ത. ദൈവത്തെ എങ്ങനെ ഫലപ്രദമായി തങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കാം, എങ്ങനെ രാഷ്ട്രീയത്തിൽ BJP ഇന്ന് വരെ അവരുടെ ഒരു പാർട്ടി പരിപാടികളിലും അവർ പറഞ്ഞിട്ടില്ല ഇന്ത്യയിലെ ദാരിദ്ര്യം മാറ്റാവുന്നോ, ഇന്ത്യ തൊഴിലായ്മ പരിഹരിക്കാവുന്നോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അവർക്ക് ഒറ്റ കാര്യമുള്ളൂ, രാമൻ അല്ലെ അമ്പലം, ദൈവം, അയോധ്യ. ഈ പറയുന്ന വളരെ കൃത്യമായും ഇതിനവരുപയോഗിച്ചത് വളരെ കൃത്യമായൊരു സാംസ്കാരിക അജണ്ടയാണ്. നമ്മുടെ യുക്തിവാദികൾ പ്രത്യേകിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾക്കൊന്നും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ഏതൊരു രാഷ്ട്രീയ അധിനിവേശം നടത്തുന്നതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു സാംസ്കാരിക അജണ്ട ഉണ്ടാകും. ഈ സാംസ്കാരിക അജണ്ട ആര് സെറ്റ് ചെയ്യുന്നു, അതെങ്ങനെ പ്രചരിപ്പിക്കുമെന്ന് അറിയണമെങ്കിൽ അവരുടെ മതാത്മക മധ്യവർഗത്തിൽ കേരളത്തിൽ ഉപയോഗിക്കപ്പെടുന്ന മിസ്റ്റിക് നാഷണാലിസം, കൾച്ചറൽ നാഷണാലിസം പോലെയുള്ള ചില സാധനങ്ങളുണ്ട്. നമ്മുടെ ബുദ്ധിജീവികൾ പ്രസംഗിച്ച് നടക്കുന്ന നമ്മുടെ എല്ലാ അറിവിൻ്റെയും ആധാരം വേദങ്ങളാണ്, ഉപനിഷത്തുക്കളാണ് എന്നുള്ള വേദാന്തം അടക്കം ഇന്ത്യയുടെ പശ്ചാത്തലം എപ്പോൾ പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ പറയും ഇന്ത്യയുടെ പ്രാചീന ചരിത്രം. ഇന്ത്യക്ക് അങ്ങനെ ഒരു പ്രാചീന ചരിത്രം എന്താണ് മോഹനമായിട്ടുള്ള സമ്മോഹനമായ ഒരു പ്രാചീന ചരിത്രമില്ല. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ അടിമകളെ കൊന്നൊടുക്കിയിട്ടുള്ള ഭീകരതയുടെ ചരിത്രം മാത്രമാണ്. പക്ഷേ എപ്പോഴും പൗരാണികതയെക്കുറിച്ചുള്ള, സാംസ്ക്രിറ്റൈസേഷനെക്കുറിച്ചുള്ള, വേദാന്തയെക്കുറിച്ചുള്ള, ഒബ്സ്ക്യുരാനിസത്തെക്കുറിച്ചുള്ള ഇവരുടെ വാചകവടികളിൽ പലപ്പോഴും ആളുകൾ വീണ് പോകുന്നു എന്നതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ഇവർക്ക് അധികാരത്തിലേക്ക് വരാൻ കഴിയുന്നത്. ഒപ്പം മതവും ഭരണകൂടവും കോർപ്പറേറ്റും തമ്മിലുള്ള ത്രികോണ സഖ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മതം ഇന്ന് ഭരണകൂടത്തിൽ നേരിട്ട് ഇടപെടുന്നു. അതിനെ സഹായിക്കാൻ കോർപ്പറേറ്റുകളുടെ, അതായത് വിജയ് മല്യ ആയാലും നീരവ് മോദി ആയാലും അദാനി ആയാലും അംബാനി ആയാലും നടത്തുന്ന ഭയങ്കരമായ സമ്പത്ത്. ഇതൊരു പരസ്പര ധാരണയാണ്. അംബാനിക്ക് അങ്ങോട്ട് കൊടുക്കും, അംബാനി ഇങ്ങോട്ട് തരും. ഇപ്പം PM കെയർ ഫണ്ട് എന്നൊക്കെ പറയുന്നത് യാതൊരു ഒഴിച്ചുമില്ലാത്ത കോടാനുകോടികളുടെ കണക്ക് ഉള്ള ഒരു ഫണ്ടാണ്. ആ ഫണ്ട് നേരിട്ട് അവർ ഉപയോഗിക്കുകയാണ്. ഇലക്ഷന് നേരിട്ട് ഓരോരുത്തർക്കും പൈസ കൊടുത്ത് അവർ വോട്ട് പോയി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട മതത്തിൽ സന്നിവേശിപ്പിച്ച് BJP എങ്ങനെ അധികാരത്തിൽ വന്നോ ആ അധികാരത്തിൻ്റെ അതേ രൂപത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസും ഇടതുപക്ഷവും മാറുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. എങ്ങനെ ഈ ഹിന്ദുത്വയെ പിടിച്ചുകൊണ്ട്, ഈ ഹിന്ദുത്വം എങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാമെന്നുള്ളതാണ്. അതായത് ഒരു കുറേ കൂടെ സാഹിത്യ ഭാഷയെ പറഞ്ഞാൽ ഫാഷിസം എങ്ങനെ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനാധിപത്യത്തെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഇടതുപക്ഷം ഈ പരിപാടിയൊക്കെ ചെയ്യുമ്പം എന്താണ് നമ്മുടെ UDF ചെയ്യുന്നത്? അവർ വിശ്വാസ സംരക്ഷണം. അപ്പം ഇന്ത്യയിലൊരു ജനതയുടെ, ഇന്ത്യയിലെ സ്ത്രീകളിൽ പകുതിയിലേറെ 60% സ്ത്രീകൾ പട്ടിണി കിടക്കുകയും ഇന്ത്യയിലെ കുട്ടികൾ 70% കുട്ടികൾ ജീർണത ബാധിച്ച പോഷകാഹാരം ലഭിക്കാത്ത ഒരു രാജ്യത്ത് ദൈവത്തെ സംരക്ഷിക്കുക എന്നത് ഇടത് വലത് പാർട്ടികളുടെയും BJPയുടെയും അജണ്ടയായിട്ട് മാറുമ്പോൾ അത് വളരെ കൃത്യമായൊരു ഗോഡ് മാർക്കറ്റാണ്, ദൈവചന്തയാണ്. ദൈവചന്തയിലൂടെ ദൈവത്തെ പരസ്യമാക്കി വിൽപ്പന നടത്തുന്നതിലൂടെ അധികാരം സ്ഥാപിച്ചെടുക്കാമെന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി ഹിറ്റ്ലർ എന്താണോ ചെയ്തത്, ഹിറ്റ്ലർ തന്നെ പറഞ്ഞത്. മതത്തെ വിമർശിക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിനെതിരായ, ജനതയ്ക്കെതിരായ, രാജ്യത്തിനെതിരായുള്ള ഗൂഢാലോചനയാണ് എന്നതുകൊണ്ട് മതത്തെ വിമർശിക്കുന്നവരെ ഇല്ലാതാക്കണമെന്ന് ഹിറ്റ്ലർ എങ്ങനെ പറഞ്ഞു, എങ്ങനെ ഹിറ്റ്ലർ ജൂതന്മാരെ വേട്ടയാടിയോ അതിൻ്റെ ഒരു ചെറിയ പതിപ്പിലേക്ക് കേരളത്തിലെ, ഇന്ത്യയിലെ BJP വരുമ്പോൾ ഞങ്ങളും ഇതിൻ്റെ കൂടെയുണ്ട്, ഞങ്ങളും മതം ഉപയോഗിക്കുന്നു, ഗോഡ് മാർക്കറ്റിൻ്റെ വക്താക്കളാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ശബരിമല ഇന്ന് അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഉപയോഗിക്കപ്പെടുമ്പോൾ നാളെ എന്തൊരു ഭീകരമായൊരവസ്ഥയായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്നും നാം ഇന്നലെ പറഞ്ഞ എല്ലാ മാനുഷിക ബോധങ്ങളും, മാനവികതയും, ജനാധിപത്യവും, സെക്യുലറിസവും, സോഷ്യലിസവും ഒക്കെ അപ്രത്യക്ഷമാകുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ ഭരണഘടന പറയുന്ന എല്ലാ തത്വങ്ങളെയും, അല്ലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന എല്ലാ ദർശനങ്ങളെയും അട്ടിമറിക്കുന്ന ആസൂത്രിതമായ പദ്ധതിയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഹമഹമയ്യ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.